ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരെ സ്പെഷ്യലായിട്ടുള്ള അപ്പം ചുടുന്നതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളാണ്. അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ 7th month സെറമണിക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. ഉമ്മാൻ്റെ ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായത് അവരെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ തേങ്ങ അലുവ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ബർഫി ടെക്സ്ചറിൽ വരുന്ന സാധനമാണ്. തേങ്ങ കോക്കനട്ട് ബർഫി ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ പഞ്ചസാര, തേങ്ങ, യെല്ലോ ഫുഡ് കളറ്, ഏലക്ക ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കി ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് എടുത്തു വെക്കാം. അപ്പോഴേക്കും വെട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കിയെന്ന്. നമ്മളെ നാട്ടിലെ കേക്ക് എന്ന് പറയും, പുറത്തെല്ലാം വെട്ട് കേക്ക് എന്ന് പറയുന്ന സംഭവം തന്നെ. അപ്പം മുട്ടയും പഞ്ചസാര, ഏലക്ക, ഉപ്പുപൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മൈദ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുക. നല്ല ടൈറ്റായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ മാവ് പോലെ കുഴച്ച് റെഡിയാക്കി വെക്കുക. ഇത് സെറ്റായി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയെന്ന്. നല്ലോണം ടൈറ്റിൽ കുഴച്ചെടുക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എന്താ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് റോള് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ അതാ കട്ട് ചെയ്ത കേക്ക് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ അപ്പങ്ങളൊക്കെ തന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. നമ്മളിപ്പോൾ വലിയ ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ അതാ നമ്മളെ കേക്ക് ഇവിടെ ഫ്രൈ ചെയ്തെടുത്താൽ അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴലപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി മൈദ, എള്ള്, ഉപ്പ്, പഞ്ചസാര, ലായനി ഇതൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ട് നല്ല ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ റൗണ്ടിൽ പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്തെടുക്കുക. അത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആകുന്നത് വരെ വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചുമപ്പം, അതായത് കുഞ്ഞിക്കലത്തപ്പം എന്നൊക്കെ ചില നാട്ടിൽ പറയും. ഇതാണ് നമ്മളെ ഗർഭിണീനെ കാണാൻ പോകുമ്പോൾ സ്പെഷ്യലായിട്ട് മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരപ്പാണ്. നമ്മൾ കണ്ണൂർക്കാരെന്തായാലും കൊണ്ടുപോകും ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പുഴുങ്ങലരി, പച്ചരി പൊടിച്ചത്, പഞ്ചസാര, ഉപ്പ്, ഏലക്ക ഇതൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചൂടായ എണ്ണയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നത്. ഇതേപോലെ ചുട്ടെടുക്കണം, ഇല്ലെങ്കിൽ താഴത്തെ ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീ കുറച്ച് വെച്ച് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് എണ്ണ കോരി ഒഴിച്ച് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല തേങ്ങയും കടലക്കപ്പരിപ്പ് വേവിച്ചതും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള പണ്ടെന്ന് പറയും, അതും സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കൂടാതെ കുറച്ച് വേറെ സ്നാക്സ് കുറച്ച് കസിൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബ്രദറിൻ്റെ വൈഫ് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാ കടികളും സെറ്റായി നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്ന്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബായ്.